ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. അധ്യായം 3 കർമ്മയോഗം. ശ്ലോകം 11. ദേവാൻ ഭാവയതാനേന തേ ദേവാ ഭാവയന്തുവ പരസ്പരം ഭാവയന്ത ശ്രേയ പരമവാപ്സ്യത. വിവർത്തനം. ദേവന്മാർ യജ്ഞം കൊണ്ട് സന്തുഷ്ടരായാൽ നിങ്ങളെ അവർ സന്തുഷ്ടരാക്കും. ഇങ്ങനെ പരസ്പര പ്രീണനം കൊണ്ട് രണ്ടു കൂട്ടർക്കും പരമശ്രേയസ് അനുഭവിക്കാം. ഭാവാർത്ഥം: ദേവന്മാരാണ് ഭൗതിക കാര്യങ്ങളുടെ അധികാരമേൽപ്പിക്കപ്പെട്ട ഭരണകർത്താക്കൾ. ഭഗവത് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന കർമ്മചാരികളാണ് അവർ. വായു, വെളിച്ചം, വെള്ളം മുതലായ ജീവജാലങ്ങൾക്കൊക്കെ ശരീര നിർദ്ധാരണത്തിനുള്ളതെല്ലാം വിതരണം ചെയ്യാൻ അധികാരപ്പെട്ടവരുമാണ്. അവരുടെ പ്രീതിയും അപ്രീതിയും മനുഷ്യന്റെ യജ്ഞാനുഷ്ഠാനങ്ങളെ ആശ്രയിച്ചിരിക്കും. ചില യജ്ഞങ്ങൾ ചില ദേവന്മാരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയുള്ളവയാണ്. അവ ചെയ്യുമ്പോഴും സർവയജ്ഞോപഭോക്താവെന്ന നിലയ്ക്ക് വിഷ്ണു പൂജിക്കപ്പെടുന്നു. ഭോക്താരം സർവയജ്ഞാനാം എന്നതുകൊണ്ട് ഭഗവത്ഗീത ഊന്നി പറയുന്നതും യജ്ഞഭോക്താവ് കൃഷ്ണൻ തന്നെയാണ് എന്നാണ്. അതുകൊണ്ട് യജ്ഞപതിയുടെ ആത്യന്തികമായ സംപ്രീതിയാണ് എല്ലാ യജ്ഞങ്ങളുടെയും പ്രധാന ഉദ്ദേശം. ഈ യജ്ഞങ്ങൾ പിഴയില്ലാതെ നടത്തുന്നത് കൊണ്ട് വിതരണത്തിന്റെ വിവിധ വിഭാഗങ്ങൾക്ക് ചുമതലപ്പെട്ട ദേവന്മാർ സ്വാഭാവികമായി സംതൃപ്തരാവുന്നു. പ്രകൃതി വിഭവങ്ങളുടെ വിതരണം ശരിയായി നടക്കുന്നു. യജ്ഞാനുഷ്ഠാനത്തിന് അനേകം പാർശ്വഫലങ്ങളുമുണ്ട്. അവ ആത്യന്തികമായി ഭൗതിക ബന്ധങ്ങളിൽ നിന്ന് മുക്തി നേടാൻ വഴിയൊരുക്കുന്നു. വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് പോലെ യജ്ഞാചരണം സർവകർമ്മങ്ങളെയും പവിത്രീകരിക്കും. ആഹാരശുദ്ധൗ സത്വശുദ്ധേ സത്വശുദ്ധൗ ധ്രുവാസ്മൃതേ ധ്രുവാസ്മൃത്യാ സ്മൃതേർലാഭേ സർവഗ്രന്ഥിനാം വിപ്രമോക്ഷഃ. യജ്ഞാനുഷ്ഠാനം കൊണ്ട് ഭക്ഷ്യവസ്തുക്കൾ ശുദ്ധീകരിക്കപ്പെടുന്നു. ആ ശുദ്ധീകൃത ആഹാരങ്ങൾ ഭക്ഷിക്കുന്നവരുടെ ജീവിതവും പവിത്രമാകുന്നു. ജീവിതശുദ്ധി സ്മരണമണ്ഡലത്തിലുള്ള സൂക്ഷ്മകോശങ്ങളെ ശുദ്ധീകരിക്കുന്നു. സ്മരണശുദ്ധി വന്നാൽ മുക്തിമാർഗ ചിന്ത ആരംഭിക്കുന്നു. ഇതെല്ലാം ഒത്തിണങ്ങി വന്നാൽ കൃഷ്ണാവബോധത്തിലേക്ക് വഴിയൊരുങ്ങുന്നു. ആധുനിക സമൂഹത്തിന് അത്യാവശ്യമാണത്. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു.